ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചേച്ചിയുടെ ചേട്ടായുടെ അമ്മയുടെ ചെരുപ്പിട്ടുകൊണ്ട് പോകട്ടെ. എൻ്റെ നല്ല ഇരിപ്പല്ലേ. അപ്പം ഞങ്ങൾ ചേച്ചിയുടെ അടുത്താണ് ഉള്ളത്. ഞങ്ങൾ സൺഡേ ആട്ടോ ഇന്ന്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നാണ്. അമ്മയ്ക്കൊരു ഇങ്ങാഴ്ച ഞാൻ പിടിക്കാം. അപ്പം ഞാനും ഉണ്ണിക്കുട്ടനും അല്ലെ ചേച്ചിയും കൂടെ ആണ് പോകുന്നത്. നമ്മുടെ ആ കുട്ടനെ പോട്ടെ, നമ്മുടെ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ടായിട്ട് ഞങ്ങൾ പോന്നിരിക്കുന്നത്. അപ്പോൾ പൊന്നും ചേട്ടാൻ കടയിൽ പോയി, പിന്നെ തങ്കു പപ്പയും കൂടി അവരുടെ വീട്ടിൽ ആനച്ചാലിന് പോയി. അപ്പോൾ ഞങ്ങൾ ഇത്രയും 3 നേരം കൂടെ പോയി അലക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി വ്യൂ ഉള്ള നല്ലൊരു തോടുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. സൈഡിലൊരു നോക്കുമ്പോൾ കാണാൻ വാർത്തൂടെ രണ്ടുതല അതിൻ്റെ അവിടെ അലക്കാൻ കല്ലുണ്ട്, നോക്കും സുഖമായിട്ട് ഉരുണ്ടി കടാതിരുന്നാൽ മതി. ഇത്രയും പോലും വെള്ളമില്ലേ? വെള്ളമില്ല. എന്നാന്നോ ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, ഇന്ന് വെള്ളം പറ്റില്ല. ഇനി ആ പുള്ളി വൈകുന്നേരം ആയിരിക്കുമല്ലോ എപ്പോഴാ അവനെ അങ്ങനെ ഇരിക്കും. എപ്പോൾ ഒരു നമ്മുടെ അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ നടക്കാട്ടോ. കൊണ്ട് ചേച്ചി പറഞ്ഞാൽ പിടിക്കാം. ഉള്ള സ്ഥലത്തിടുമല്ലോ. അത് കുഞ്ഞു പിള്ളേരുടെ സൈക്കിളെന്താ അത് തന്നെ. ദേ കാണാം അമ്മച്ചിയുടെ തോട്ടം, ഏലിക്കുട്ടിയമ്മ തോട്ടം. ഇതൊരു ഇത് പോണ നോക്കി തോട്. അടിപൊളി. കല്ലില്ല, കല്ലുണ്ടായിരുന്നു കൊണ്ടിട്ടോ ചേച്ചി സൈഡിൽ. അത് തന്നെ തന്നെയാണേലും വേഗം ഓടി ഒന്ന് അലക്കാലോ. ഇതിപ്പോൾ ഇത്രയും നടന്നുകൊണ്ടേ. ഞാൻ ഉദ്ദേശിച്ച തോടാനേ അടിപൊളിയാ കാണാനായിട്ട്. അതായിരിക്കും ആ ചേച്ചി പറഞ്ഞത്. അത് തന്നെ. അവിടെ മീനൊക്കെ ഉണ്ടോ? മീൻ കാണുമോ? ഗപ്പി കടയിരിക്കുമ്പോൾ പിടിക്കാറ് അല്ലേ? ഗപ്പിയാണെങ്കിൽ പിടിക്കാം. മീനും കൊണ്ട് തീറ്റിട്ട് കൊടുക്കാനായിരിക്കും. ഒരു അനക്കം കിട്ടും. ഞാൻ ഓടി ഉണ്ണിക്കുട്ടനെ പേടിച്ചു. ഓർത്ത കഴിഞ്ഞ പ്രാവശ്യം ചെങ്കുളത്ത് നടത്തപ്പോ ഞങ്ങളെല്ലാരും പുറത്തിരിക്കുമ്പോ ഒരു പാമ്പ് ഒരു തവളേനെ അല്ല ചേച്ചി, എൻ്റെ ഇതിലുണ്ട്. ഞാൻ എവിടെ ചെന്നാലും ഒരു പാമ്പിനെ കാണും. എവിടെ എല്ലാ ദിവസവും കാണും. അതേ വാഴത്തോട്ടമൊക്കെ ഉണ്ടേ, നല്ല വലിയ വാഴത്തോട്ടം. ചക്ക വീണ് കിടക്കുന്ന നോക്കി. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന കേട്ടോ. അമ്മയ്ക്ക് ഒരു പാർട്ടി പരിപാടി ഉണ്ടേ, അപ്പോൾ ഇന്ന് അതുകൊണ്ട് പോകണം. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കത് ചേച്ചിയോട്. ചേച്ചി ഇവിടെ അലക്കുന്ന തോടെവിടെ ചേച്ചി? അവിടെ കല്ലൊക്കെ ഉണ്ടോ അവിടെ? ആണോ? കണ്ടുകൊണ്ട്. ശരി, ശരി. അപ്പം ഞാൻ ഉദ്ദേശിച്ചതല്ല, അറിയില്ല കേട്ടോ. ഞാൻ വർഷം കഴിഞ്ഞ ഒരു കൂട്ടുകാരിയുടെ വീട് ഇവിടെ ആയിരുന്നേ. വർഷം കഴിഞ്ഞ് ഞാൻ വന്നിട്ട് നോക്കാം. അതല്ല, ഇത് ചെറിയതാണ്. വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നു. മീനുണ്ടോ അതിൻ്റെ അകത്ത്? ഗപ്പി അതിനകത്ത് പിടിക്കണ്ട, ഒഴുക്കില്ലല്ലോ. ഒഴുകാതെ കിടക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും കണക്കുകളൊക്കെ കാണും. ഇതിൻ്റെ അകത്തുണ്ട്. ഇറങ്ങണം, ആഴമില്ല. ഒരു തുണി ഉണ്ടെങ്കിൽ പിടിക്കാറുണ്ട്. തുണിയും കുപ്പിയും ഒഴുക്കുണ്ടോ? പാഷൻ ഫ്രൂട്ട് കിടക്കുന്നു കണ്ടോ? കല്ലൊക്കെ നീല പാഷൻ ഫ്രൂട്ടാട്ടോ. നല്ല മഴയുള്ളൂ.
കരി പോലും പറഞ്ഞു. അതെങ്ങനെയായത് പാലോ? ഞാൻ കൂടുന്നേച്ചി വേണ്ട 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 കൂടുവാണ്, നമുക്ക് വേഗം ഒന്ന് പോയായിരുന്നല്ലോ. വേണ്ട, ഞാൻ കളിക്കോളൂ, എളുപ്പം കളിക്കത് വരാം. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ഇടയ്ക്കോടെ ഒരു തോട്, വാഴത്തോപ്പ്. മീനിന് ഞാൻ കണ്ടു, ഗപ്പീനെ കണ്ടു. കണ്ട അതേ പോണവിടെ ഗപ്പി കണ്ടോ അവിടെ, ഇതിൻ്റെ അകത്തുണ്ട്. കണ്ടാ കണ്ടാ കണ്ടാ? ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. ഒഴുക്കുണ്ടേ കുഴപ്പമില്ല. ഉണ്ടാ അവിടെ നിനക്ക് കാണത്തില്ലേടാ? ഇതുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടടാ. അവിടെ പിടിക്കായിരുന്നു കേട്ടോ. അല്ല, ഇത് ഗപ്പി ഈ പോണത്. ചില വര വരെയുള്ള മീന് കണ്ടില്ലേ സിനിമയില്, അതുപോലെ ചേച്ചി അവിടെ അളക്ക് തുടങ്ങി. അടിപൊളി. അവിടെ ആളുണ്ടോ? ആളുണ്ടോ നോക്കാം. നമ്മയുടെ കാടാണ് കേട്ടോ. അതിൻ്റെ അകത്തുണ്ടോ? അതിൻ്റെ അകത്ത് കാണില്ല. കണ്ടോ ഒച്ച്? ഏത്? അതെന്താ? പിടിച്ച് കാണിച്ച് വിട്ടേരാ. ഒഴുക്കുള്ള അടുത്തേക്ക് വിടറാ. അതെ, ഒഴുക്കല് കൊണ്ടോ? ഇതൊരു മീനെ കിട്ടും. കാണിച്ച് നോക്കട്ടെ. ഒഴുക്കി പെട്ട് വന്ന ഒരു മീൻ. അതെ, വേഗം ഇട്ടേരാ. അതിന് മുന്നേ അതിൽ പോട്ടെ. ഇല്ല, ശംഖ് നോക്കടാ. അതേ കണ്ട, ശംഖ് ഉണ്ടോ? കാണിച്ച്. ശംഖല്ലേ അത്? അച്ഛലത്. ഞങ്ങളിത് ഇവിടെ തലക്കാൻ വന്നോ. ഞങ്ങളുടെ വീട് അപ്പറയാ. ആണോ? ഞങ്ങൾ കുറച്ചായാലും ഇവിടെ വന്നിട്ട് വാടകയ്ക്ക് താമസിക്കാം. കാണിച്ച്, ഒരെണ്ണം കാണിച്ച്. അത് അതിൻ്റെ അകത്ത് ജീവനുണ്ടടാ. ജീവനുള്ള സാധനം ഇത്. ഒച്ച നല്ല ഭംഗിയുണ്ട് ഷെല്ല് കാണാനായിട്ടെ. ചില സ്ഥലത്ത് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒച്ചില്ലാത്തൊരു ഷെല്ലുണ്ട്. ഇത് ഇങ്ങോട്ട് വിടാം. അതിന് ജീവനുണ്ടല്ലോ, എടുക്കണ്ട. അവിടെ വേറെ സൈസ് മീനൊഴുകി വരുന്നുണ്ട്. മീന് ഒഴുകി വരൂ. അത് കൂടെ ആയത്തെ പോലെ. അത് അവിടുന്ന് വരുന്ന വെള്ളമായിരിക്കും. അവിടെ കാണും മീൻ. ഒത്തിരി ഒഴുക്കില്ലാത്ത സൈഡിൽ നിൽക്കും മീനുകൾ. കണ്ടോ? അതേ സൈഡിൽ കണ്ടോ ഒരു കുഞ്ഞു മീൻ നിൽക്കുന്നുണ്ടോ? കുഞ്ഞു ഗപ്പികൾ നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് കാണാം. ചക്കമടലൊക്കെ ഒഴുകി വരുന്നതേ. ചക്കമടൽ കേട്ടോ. തേങ്ങ എല്ലാം ഒഴുക്കല്. നീങ്ങുന്നു. ഞാൻ പപ്പയുടെ തലക്കണ്ട വരും. എനിക്ക് തണുപ്പത്ത് ഇറങ്ങാൻ മതി. തണുപ്പില്ല വെള്ളത്തിന്. ചൂടൊന്നും ഇല്ലാട്ടൊരു തണുപ്പടിയാ. എന്നെ കിട്ടിയോ? കാരല്ലോ സോക്ക്. എൻ്റെ പൊന്നെ, ഒഴുക്കും കൂടെ ഉണ്ട്. ചെരുപ്പ് ഊരിയിട്. ചെരുപ്പ് കരയിൽ ഊരിയിട്. ചില്ലൊന്നും കാണില്ല. ഒരു ദിവസം ചൂണ്ടിടാൻ പോയപ്പോ സഞ്ചി അങ്ങ് ചാടിപ്പോയി. പയ്യെ കാല് വെക്കാവുള്ളൂ, അന്നേരം അറിയാലോ. എന്നിട്ട് ഞാനും ചാടി നല്ല താഴ്ചയുണ്ട്. മുട്ടിന്റെ അകത്തുണ്ട്. നമുക്ക് ഇവിടുന്ന് പിടിക്കാം. ബാ, അവിടുന്ന് പിടിക്കാൻ പാടടാ. ഒഴുക്കായതുകൊണ്ട് രണ്ടുപേര് വേണം. ഇങ്ങോട്ട് വാ. കിട്ടൂല. എനിക്കാണെ നീന്താനും പോലും അറിയത്തില്ല. ഇത് താഴ്ച ഉണ്ടോ അറിയില്ല. നമ്മള്
ബാ കിട്ടൂല, ഞാൻ പറയുന്നു കിട്ടൂല. ബാ ഇങ്ങോട്ട് കയറുക. ആ പോയില്ല. അതേന്ന് ഇവര് പൊന്നും കുഞ്ഞും അടിച്ചിരുന്നതാ. ഈ പൊന്നൂന്റെ ഏറ്റവും കൂടുതൽ കിട്ടൂല. ആനെ കിട്ടിയോ? ഇവിടെ ഒന്നും കിട്ടാ. അവിടെ കിട്ടൂലടാ, വലിയ മീനെ കിട്ടൂല അതിൻ്റെ അകത്ത്. ചെറിയ മീൻ പിടിക്കൂല. വാ ഇങ്ങ് വാ, ഇങ്ങോട്ട് വാ. കൊത്തൂല. അത് കിട്ടിയാലും എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇട്. കൊടുക്കായതുകൊണ്ട് കൊത്തിട്ട് വരുന്നില്ല. വലിച്ചോണ്ട് പോകും, അന്നേരം അറിയാലോ. ഇട്ടാ മതി. വലിയ മീൻ കാണും ഇവിടെ. നോക്കാം. ഇട്. അപ്പറേ നീ ഇവിടെ ഇട്. ഒഴുക്ക് കുറവുള്ള സ്ഥലം. ഒഴുക്ക് കുറവുള്ളവരോ ഇല്ല. അപ്പോൾ ഇവിടെ ഇരുന്നൊരു ചൂണ്ട കിട്ടിയേ. അങ്ങനെ ഞങ്ങളത് ഇടുക. ഇത് സാറില്ല, ഒഴുക്ക് കുഴപ്പമൊന്നുമില്ല. ഏതാഴ്ചയും ഇവിടെ നിന്ന് ചൂണ്ടിടാം. അവിടെ എടാ അങ്ങോട്ട് പോവാടാ. അല്ല മഴയ്ക്കുള്ള ലക്ഷണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ ഇരിക്കണം. അപ്പം ഉണ്ണിക്കുട്ടൻ ഇതേ ഒരു ചൂണ്ട കിട്ടിയാണ്. അത് പൊങ്ങിട്ടോണ്ടിരിക്കും. ഇത്രയും വലിയ പൊങ്ങോ? താന്നു പോകാം. അപ്പോൾ അതെ ചൂണ്ട ഇടാം കേട്ടോ. നല്ല ഒഴുക്കാട്ടോ. ഏതൊക്കെ പൊങ്ങി കിടക്കുന്ന കാണാം. ചേട്ടാ രണ്ട് പാഷൻ ഫ്രൂട്ട് തരുവോ? നല്ലത് കുറയ്ക്കാം. ഇത് കുറയ്ക്കാം. മതി, രണ്ടെണ്ണം മതി. പാഷൻ ഫ്രൂട്ട് പറിച്ചിട്ട് ഇവിടുന്ന്. നീലയാണേ, പക്ഷെ അത്ര സെറ്റായിട്ടില്ല. അന്നേരം വീട്ടിൽ പോയി ഞങ്ങൾ പഞ്ചസാര ഇട്ട് കഴിക്കാം. വാ മതി പോ. ആ ഉടമസ്ഥനത് കൊടുക്കുമല്ലാന്ന്. അതെ പിടിക്കണ ചോറിനും കൊണ്ടോ, എന്നാൽ വെയിറ്റ് ഉണ്ടാവും. ഇത് പിടിച്ചാ ഉണ്ണിക്കുട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങും. വെയിറ്റ് ഇല്ലേ? വിളിച്ചേ. ആ കണ്ടോ കൊച്ചു വിളിച്ചേ, കണ്ടേ വിളിച്ചേ. കൊച്ചു വിളിക്കുവേ, ഉണ്ടാ ഇതാണ് കൊച്ചു വിളിക്കുന്നത്. കണ്ടേ ഒളിച്ചേ. ഇനിയും കളിക്കേ കുഞ്ഞിന് ഇനിയും കളിക്കുക. ഒളിക്കേ ഒളിച്ചേ. കണ്ടേ ഒന്നേരം കളിച്ചാവോ? നമുക്ക് ഇനിയും കളിച്ചാ, ഇനിയും കളിച്ചാ. ഒളിച്ചേ ഒളിച്ചേ കാണിച്ചേ. ഒളിച്ചേ കണ്ടേ ഒളിച്ചേ. 10 വരെ പഠിച്ചോ? വെരി ഗുഡ്. ഒന്നൂടെ പറഞ്ഞേ. 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. ആ അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടെ. വീട്ടിലേക്കല്ല, നമ്മുടെ അറിയുന്നൊരു ചേച്ചി, നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന നേരത്തെ അവിടെ അടിവാരത്തല്ലേ, അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി വയ്യാണ്ട് കിടക്കുവാണേ. അപ്പോൾ ചേച്ചിയുടെ എടുത്ത് പോകണം, ചേച്ചിയെ കാണാനായിട്ട്. പാർട്ടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ അമ്മ? ഓ കയറ്റോടെ ഭയങ്കര ഇത്. നമ്മൾ രാവിലെ വന്നേച്ചാ, എപ്പോഴാണ് പോകുന്നത്? അയ്യോ വേണ്ട, അമ്മ ഉള്ള സാധനം മുഴുവൻ ഈ ബാഗിൻ്റെ അകത്ത് കയറ്റി വീർത്ത് ബാഗ്. 13 മണിക്കൂർ തൊഴിൽ സമയമാക്കാൻ തീരുമാനമെടുത്ത് നിങ്ങളെ പിരിച്ചുവിടാൻ പോകുന്നു അല്ലേ? അല്ലെങ്കിൽ അപ്പം ഞാനും അമ്മയും കൂടെ തിരിച്ച് അമ്മേനെ കാണാൻ പോവാതെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് സംഘത്തിന് പൈസ അടയ്ക്കാണ്ടേ. തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ എന്താ അതും എടുത്തു പോരെ എത്തി. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ പണിക്കൂലിയാണ് കേട്ടോ. ഇത് നമ്മൾ നേരെ സംഘത്തിന് കൊണ്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ഞാൻ എപ്പോഴും ദാരിദ്ര്യം പറയുകയാണെന്ന്. ഇനി ഞാൻ ദാരിദ്ര്യം പറയില്ല. അപ്പം ഞാൻ ദാരിദ്ര്യം പറഞ്ഞല്ല, നമ്മളുടെ സിറ്റുവേഷനല്ല എന്തായാലും പറയുന്നത്. ഞാൻ ആ ജോലിക്ക് പോയതിൻ്റെ റീസൺ പറഞ്ഞതാണ്, ഇന്നതാണെന്നുള്ളത്. അല്ലാതെ ഒരിക്കലും ദാരിദ്ര്യം പറഞ്ഞല്ല. ദാരിദ്ര്യം പറഞ്ഞാൽ നിങ്ങളെനിക്ക് തരാൻ പറഞ്ഞാലേ ഞാൻ ചോദിക്കുള്ളൂ. ശരിക്കും ദാരിദ്ര്യം പറഞ്ഞല്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തെങ്കിൽ ഐ ആം റിയലി 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 സോറി.
അപ്പോൾ എന്തായാലും ഇനി എന്തായാലും ഇതിൽ പറച്ചിൽ നിർത്തി. അപ്പോൾ നാളെ ഓഫീസിൽ പോകണം. നാളെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയ ശേഷം ഞാൻ അമ്മ രാജക്കാട് വീട്ടിൽ ചേച്ചിയുടെ അടുത്ത് പോയി. ആൻഡ് അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.